ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. മൗനരാഗത്തിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നമ്മുടെ രാഹുലിനെയും കൂട്ടിയിട്ട് മനു ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. സറിയു പറയുന്നുണ്ട്, ദേ മനുവേട്ട, അച്ഛന് വട്ടാണ്, അതുകൊണ്ട് തന്നെ മനുവേട്ടനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അച്ഛൻ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കിയാൽ മനുവേട്ടന്റെ ബിസിനസ്സും അതുപോലെ തന്നെ മീറ്റിങ്ങും ഒക്കെ കൊളാകും. അങ്ങനെയൊക്കെ പറഞ്ഞ് ഉപദേശിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ മനുവിന്റെ വക ഒരു മാസ് ഡയലോഗ് തന്നെ വരികയാണ്. അതെ മോള് എന്താ ഈ പറയുന്നത്? അച്ഛനൊരു അസുഖം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അച്ഛനെ അങ്ങ് തള്ളിക്കളയാനൊന്നും പറ്റത്തില്ലല്ലോ. അച്ഛനെ നമ്മുടെ ഒപ്പം തന്നെ നിർത്തണം. അച്ഛൻ മനസ്സിലാക്കണം നമ്മൾ അച്ഛനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും വിശ്വസിക്കുന്നുണ്ടെന്നും ഒക്കെ. അങ്ങനെ ഇവനുള്ള കള്ളത്തരമൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരനെയും കൂട്ടിയിട്ട് കല്യാണം കഴിക്കാനുള്ള ഒരു പാടിനങ്ങ് പോവുകയാണ്. അങ്ങനെ വണ്ടി കയറിയതും, എടാ മഹാഭാവി, നീ എൻ്റെ മകളോട് ചെയ്യുന്നത് കൊടിയ ചതി തന്നെ അല്ലേടാന്ന് ചോദിച്ചിട്ട് രാഹുലാണെങ്കിൽ മനുവിനെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ സംസാരിച്ചു. അപ്പം അവൻ പറയുന്നുണ്ട്, എടോ ഞാൻ ചെയ്യുന്നത് ചതിയാണെങ്കിൽ താൻ ഇത്രയും കാലവും ചെയ്തിരുന്നത് അതിലും വലിയൊരു കൊടുംചതി തന്നെയല്ലേ, അതുകൊണ്ട് താൻ മര്യാദക്ക് വണ്ടി ഓടിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അല്ല, കല്യാണം ആകുമ്പോഴത്തേക്കിനും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ? എവിടുന്ന് ഒരുപാട് ആൾക്കാർ ആരും വരാനില്ല. ദേ ഞാനേ എൻ്റെ അമ്മാവൻ മരിച്ചു എന്ന് പറഞ്ഞ് ഒരു കള്ളത്തരം പറഞ്ഞിട്ടാണ് ഈ കല്യാണം തന്നെ നടത്തുന്നത്. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ആ രീതിയിലാണ് ഞാൻ കാര്യങ്ങളൊക്കെ നീക്കിയിരിക്കുന്നത്. അല്ലടാ, നിന്റെ ഭാഗത്തുനിന്നും നീയും ഞാനും മാത്രം പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാനാണ്? അതൊക്കെ വഴിയുണ്ടല്ലോ. എൻ്റെ കൂട്ടുകാരൻ ഒരു സെറ്റിനെയൊക്കെ ആക്കി വെച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, വഴിയിലുണ്ടവൻ. അല്ല, അപ്പം ഈ ഡ്രസ്സാണോ നീ ഇനി ഇടുന്നതെന്ന് ചോദിക്കുമ്പം, എടോ പൊട്ടാത്ത, എനിക്ക് ഇത്തിരി പോലും ബുദ്ധിയില്ലല്ലോ. ഞാൻ പോകുന്ന വഴി എൻ്റെ കൂട്ടുകാരൻ എനിക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ അവിടെ വെച്ച് മാറും. അല്ലാതെ ഇവിടെ നിന്ന് കല്യാണ സെറ്റപ്പിൽ പോയി കഴിഞ്ഞാൽ തൻ്റെ മകൾക്ക് ബുദ്ധിയില്ലാത്തതൊന്നും അല്ല, അവൾക്ക് സംശയം ഉണ്ടാകുമെന്നും പറഞ്ഞ് ഇവർ ഒന്നും ഒറ്റയൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് തിരിക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ കിരൺ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം കല്യാണി വന്നു. അതെ കിരണേട്ടാ, ഇന്നാണ് മേഘ്നയുടെ അനുജത്തി നിഷയുടെ വിവാഹം. അവൾക്ക് ആ കല്യാണത്തിന് പോകണമെന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. നമുക്ക് എങ്ങനെയാ അവളെ വിട്ടാലോ എന്ന് ചോദിക്കുമ്പം, എന്തിനാണ് കല്യാണി, അവൾ വെറുതെ ഈ ഒരു അവസ്ഥയിൽ അവൾക്ക് കൂടുതൽ സങ്കടമാകുകയുള്ളൂ. അവളുടെ രണ്ടാനമ്മയും അതുപോലെ തന്നെ അനുജത്തിയും ഒക്കെ നമുക്കന്ന് മനസ്സിലായതാണല്ലോ, അവറ്റകളൊക്കെ ഒരു ജാതിയാണ്. അതുകൊണ്ട് അവളെ വെറുതെ വിഷമിപ്പിക്കാനായിട്ട് ആ വീട്ടിലേക്ക് വിടണ്ട എന്നും ഒക്കെ പറഞ്ഞു. അല്ല കിരണേട്ടാ, അവൾക്ക് പോകണമെന്ന് തന്നെയാണ്. അവളുടെ അനുജത്തിയെ ഒരുപാട് സ്നേഹിക്കുന്നൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് നമ്മുടെ കല്യാണി ഇങ്ങനെ സംസാരിക്കും. അങ്ങനെയാണെങ്കിൽ നീയും അവളും കൂടി പോയിക്കോ എന്നുള്ള രീതിയിൽ നമ്മുടെ കിരൺ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ മേഘ്നയുടെ അടുത്ത് കല്യാണി പറഞ്ഞു, കിരണേട്ടന് അത്ര വലിയ മനസ്സൊന്നും ഇല്ല, എന്നാലും നിനക്ക് കൂട്ടായിട്ട് എന്നോടും കൂടെ വരാൻ പറഞ്ഞു. ചേച്ചി, എനിക്ക് എൻ്റെ അനുജത്തിയുടെ കല്യാണം കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അച്ഛൻ വിളിച്ച് സംസാരിച്ചപ്പം എന്നോടൊന്ന് വരാൻ പോലും പറഞ്ഞില്ല. എന്നാൽ കൂടിയും എനിക്ക് അവളുടെ വിവാഹം കാണണം, അങ്ങ് മാറി നിന്നിട്ടെങ്കിലും. അങ്ങനെയൊക്കെ പുള്ളിക്കാരി അനുജത്തിയെക്കുറിച്ചും ആ ഒരു അമ്മയെ അച്ഛനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പം നമ്മുടെ കല്യാണി പറഞ്ഞു, എനിക്ക് മനസ്സിലാകൂടി നിന്റെ ഫീലിങ്സ്. ഞാൻ ഈ ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയതല്ലേ. ദേ ഇപ്പം എൻ്റെ കിരണേട്ടൻ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു ജീവിതവും ഒക്കെ എനിക്ക് ലഭിച്ചത്. പിന്നെ അതുമൊക്കെ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയുടെ ഫലം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ നന്മ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെ തേടി നന്മ തന്നെ വരുമെന്നും പറഞ്ഞു. പക്ഷേ എനിക്ക് നിന്റെ അനുജത്തിയുടെ കാര്യത്തിൽ ഒരു ചെറിയ സംശയമുണ്ട്. അവൾക്കൊരു ചതിവ് പറ്റാനുള്ള സാധ്യതയൊക്കെ ഞാൻ കാണുന്നുണ്ടെന്നും നമ്മുടെ കല്യാണി ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. എന്തായാലും ചേച്ചി, അവളുടെ ജീവിതം നന്നാവണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് മേഘ്നയും പറയുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ സരിയും അതുപോലെ തന്നെ ശാരിയും കൂടെ നിന്നിങ്ങനെ ആലോചിച്ചു, അമ്മേ അച്ഛനാണ് കൂടെ പോയിരിക്കുന്നത്, മനുവേട്ടന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് ചോദിക്കുമ്പോൾ, മോളെ അവർ മാത്രമല്ലേ കാറിലുള്ളൂ, ഇനി അങ്ങേരെങ്ങാനും വട്ടുമൂത്ത് അവൻ്റെ കഴുത്തിന് പിടിക്കുമോ? നീ ഒരു കാര്യം ചെയ്, ഇപ്പം തന്നെ ഒന്ന് വിളിച്ച് ഇതൊന്ന് അവനോട് സൂചിപ്പിച്ചേക്കെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ മനുവിനെ വിളിച്ച് സരയു കാര്യങ്ങളൊക്കെ പറഞ്ഞു. മോള് പേടിക്കൊന്നും വേണ്ട, അച്ഛനും ഞാൻ ഇവിടെ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഉള്ളത്, ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവൾ സമാധാനത്തോടു കൂടി ഫോൺ വെക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് പെണ്ണും കൂട്ടരെയൊക്കെയാണ്. അങ്ങനെ പെണ്ണിതാ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ അവളുടെ അമ്മ വന്നിട്ട് കുറച്ച് റിലേറ്റീവ്സിനോടൊക്കെ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബന്ധം തന്നെയാണിത്. ആ റോണിമോനുണ്ടല്ലോ, എന്ത് സ്നേഹമാണ് എൻ്റെ മോളോട്. അവൻ്റെ ഒറ്റ നിർബന്ധമാണ്, ചെക്കൻ്റെ അമ്മാവും മരിച്ചത് കൊണ്ടാണ് ഞങ്ങൾ കല്യാണമൊക്കെ ഇങ്ങനെ ചുരുക്കി കളഞ്ഞത്. അല്ലായിരുന്നെങ്കിൽ വളരെ ഗംഭീര
ഗംഭീരമായിട്ട് നടത്താനിരുന്നതാണോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ടൊക്കെ ഇരിക്കുമ്പം ഇനി എൻ്റെ മകള് ഹണിമൂണിനൊക്കെ പോകുന്നത് വിദേശ രാജ്യങ്ങളിലായിരിക്കും. മോളെ, ഏത് 5-6 രാജ്യങ്ങളുടെ പേരൊക്കെ നീ പറയുന്നത് അമ്മ കേട്ടായിരുന്നു എന്നൊക്കെ ഇവരിങ്ങനെ വലിയ പൊങ്ങച്ചം പറയുക. എന്തായാലും എല്ലാം നിഷയുടെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം നിഷയുടെ അച്ഛനങ്ങ് വന്നു. അതെ, ചെറുക്കനും കൂട്ടരും ഒക്കെ എത്താറായി. ഇവിടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? എല്ലാവരും താഴേക്ക് വന്നേ, നമുക്ക് ചെറുക്കനെയൊക്കെ സ്വീകരിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പെങ്കൊച്ചിനെ അവിടെ ഇരുത്തിയിട്ട് ഇവരെല്ലാവരും കൂടെ താഴേക്ക് വരികയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ മനുവും കൂട്ടരും ഒക്കെ കൂടി അവൻ്റെ ആ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് അവനോട് സംസാരിച്ചു. അതെ, എല്ലാം സെറ്റല്ലേ, പറഞ്ഞതുപോലെ തന്നെയല്ലേ? എടാ, നിനക്ക് 2-3 പേരെ കൂടി ഒന്ന് അറേഞ്ച് ചെയ്യാമായിരുന്നല്ലോ, നീ ഇതെന്താ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരനെ ശാസിക്കുകയാണ് മനു. അപ്പോഴത്തേക്കിനും അവൻ പറഞ്ഞു, എടാ, ഇവരൊക്കെ കല്യാണം കഴിയുമ്പോൾ തന്നെ സ്ഥലം വിടും, ഒരു ദിവസം 2000 രൂപ വെച്ചിട്ടാ ഇവന്മാർക്കൊക്കെ വാടക കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരൻ, ദേ ഇതെങ്കിലും ഒത്തല്ലോ, നിന്റെ അമ്മാവൻ മരിച്ച കല്യാണമല്ലേ, അതുകൊണ്ട് തന്നെ ഇത്ര ആൾക്കാർ തന്നെ ആർഭാടം അത് തന്നെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ 2 കാറുകളിലായിട്ട് നമ്മുടെ മനുവും അതുപോലെ തന്നെ കൂട്ടുകാരനും ഒക്കെ കൂടി തിരിക്കുകയാണ്. അവർ ആ ഒരു മണ്ഡപത്തിന്റെ ഫ്രണ്ടിൽ എത്തിയതും അവിടെ നമ്മുടെ വരനെ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്ന ആ വധുവിൻ്റെയും കൂട്ടരെയും ഒക്കെ കാണിക്കുകയാണ്. അങ്ങനെ കാറിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ രാഹുൽ പറഞ്ഞു, ദൈവമേ, എൻ്റെ കൂട്ടുകാരനാണ് ആ നിൽക്കുന്നത്, അവനെയാണല്ലോ ഞാൻ ചതിക്കുന്നത്, നിന്നെ ഞാൻ എന്താടാ ചെയ്യേണ്ടത്? അല്ലടോ, എൻ്റെ വേഷമൊക്കെ എങ്ങനെയുണ്ടെന്ന് നമ്മുടെ മനു ചോദിക്കുമ്പം, കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള നിന്നോട് ഈ വേഷത്തിന്റെ കാര്യമൊക്കെ ഞാൻ എന്ത് പറയാനാ? നിനക്കറിയാലോ എങ്ങനെയാണ് ഒരു മണവാളൻ ഒരുങ്ങുക എന്നുള്ളത്. എടോ, ഞാൻ അതൊന്നും അല്ല പറഞ്ഞത്. ഞാനിപ്പോൾ ഈ ഇട്ടിരിക്കുന്ന വേഷം തനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പം കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ രാഹുൽ മറുപടി പറയുക. അതെ, എൻ്റെ സുഹൃത്താണ് താൻ, ആ രീതിയിൽ വേണം താൻ നിൽക്കാനായിട്ട്. ഏതൊരാളും ഇപ്പോൾ ഞാൻ എത്ര ഇതിൽ ഒരു അഭിനയിച്ചാൽ തന്നെ അത് അടുത്ത ഒരു സീൻ അഭിനയിക്കുമ്പോഴത്തേക്കിനും പുതിയതായിട്ട് അഭിനയിക്കുന്ന പോലെ തന്നെ തോന്നുള്ളൂ. അല്ലാതെ ആ ഒരു ഫീലിംഗ് തന്നെയാണ് എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ പോകുമ്പോഴും ആദ്യമായിട്ട് ഞാൻ കല്യാണം കഴിച്ച അതേ ഫീലിങ്സ് തന്നെ. എൻ്റെ ദൈവമേ, ഇവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലാന്നും പറഞ്ഞ് രാഹുലാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പം തൻ്റെ ഈ ദുർമോന്ത മാത്രം അവരെ ആരെയും കാണിക്കരുത്, വണ്ടിയിൽ നിന്ന് മര്യാദക്ക് ഇറങ്ങിക്കോ, എൻ്റെ സുഹൃത്താണ് എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇവർ വണ്ടിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങുകയാണ്. അപ്പോൾ രാഹുലിനെ കാണുമ്പോഴാണെങ്കിലോ ഈ പെണ്ണിൻ്റെ അച്ഛൻ പറഞ്ഞു, രാഹുൽ എന്താ ഇവരുടെ കൂടെ? എന്തായാലും വാന്നും പറഞ്ഞിട്ട് ക്ഷണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മനു വന്ന് അവിടെ നിൽക്കുമ്പോഴത്തേക്കിനും മനു എൻ്റെ കൂട്ടുകാരനാണ് എന്നും പറഞ്ഞ് രാഹുൽ നമ്മുടെ മനോഹരൻ്റെ പേരെടുത്ത് പറയുന്നത് കാണിച്ചുകൊണ്ടാണ്. അപ്പം ഈ പേര് കേൾക്കുമ്പോൾ ചങ്ക് തകർന്ന് നിൽക്കുന്ന നമ്മുടെ മനുവിനെ കാണിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഇന്ന്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഓക്കെ.